നമസ്തേ നമസ്തേ എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഛട്ട്പട്ട് നട്ട്കട്ട് എന്ന സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഛട്ട്പട്ട് നട്ട്കട്ടിൻ്റെയൊക്കെ പാഠം പഠിച്ചല്ലേ. അപ്പോൾ ഇതിലെന്താ പറയുന്നത്? സഹോദരന്മാരുടെ സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ. അപ്പോൾ രമേശ് ഉപാധ്യായ എഴുതിയ ഒരു കുട്ടി കഥയാണിത്, ഛട്ട്പട്ട് നട്ട്കട്ട്. 2 സഹോദരന്മാരെ കുറിച്ചാണ് ഈ കഥയിൽ പറയുന്നത്. ഇപ്പോൾ പ്രകൃതിയെ സ്നേഹിച്ചും അവരുടെ സ്കൂൾ യാത്രകളും ഓരോ കാര്യങ്ങളും കൗതുകത്തോടെ നിരീക്ഷിച്ച് അവർ നടത്തിയ ഒരു സ്കൂൾ യാത്രയാണ് കവി ഇതിൽ രസകരമായിട്ട് ഒരു സംഭവപരമായി വിശദീകരിക്കുന്നത്. അപ്പോൾ പ്രകൃതിയെ സ്നേഹിച്ചും ഓരോ കാര്യങ്ങളും കൗതുകത്തോടെ നിരീക്ഷിച്ചും അവരുടെ സ്കൂൾ യാത്രയിൽ സംഭവിക്കുന്ന രസകരമായ സംഭവമാണ് ഈ കഥയിൽ പറയുന്നത്. 2 സഹോദരന്മാരുടെ കഥയാണിത്. എല്ലാ കാര്യങ്ങളും വേഗത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് ഛട്ട്പട്ടും നട്ട്കട്ടും. രണ്ടുപേരും നല്ല കുസൃതിയൊക്കെ ഉണ്ട്. രണ്ടുപേരും ഒരുമിച്ചാണ് സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. വഴിയിൽ അവർ പ്രകൃതിയിലെ കാഴ്ചകളൊക്കെ കണ്ട് സമയമൊക്കെ കണ്ടെത്താമായിരുന്നു. പ്രകൃതി ആസ്വദിച്ച് പഠിക്കുന്നതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോഴും പ്രകൃതിയൊക്കെ കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് പഠിക്കാൻ കഴിയും അല്ലേ. അപ്പോൾ ഏറ്റവും വലിയ സന്തോഷം എന്താണ്? കൊച്ചു കൊച്ചു ഓർമ്മകളാണ്, കൊച്ചു കൊച്ചു കഥകളാണ് നമ്മളെ ഒരുപാട് ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ഓരോ സ്കൂൾ ജീവിതത്തിലും നമുക്ക് ഓർക്കാൻ ഒരുപാട് കാര്യങ്ങൾ കാണും. ഇവിടെ ഛട്ട്പട്ടും നട്ട്കട്ടും തമ്മിലുള്ള ഒരു സ്കൂൾ യാത്രയാണ് ഈ കഥയിൽ പറയുന്നത്. അപ്പോൾ പാഠത്തിൻ്റെ വിശദീകരണം നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു, പാഠം നോക്കി വയ്ക്കുക. അപ്പോൾ ആദ്യത്തെ പാരഗ്രാഫുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പറയാം. ഛട്ട്പട്ട് और നട്ട്കട്ട് കഹാനി കിസ്നെ ലിഖി? ഛട്ട്പട്ട് നട്ട്കട്ട് കഥ എഴുതിയത് ആരാണ്? രമേശ് ഉപാധ്യായ്. ബഡേ ഭായ് കാ നാം ക്യാ താ? എന്തായിരുന്നു ബഡേ ഭായിയുടെ പേര്, ചേട്ടൻ്റെ പേര്? ഛട്ട്പട്ട്. ചോട്ടെ ഭായ് കാ നാം ക്യാ താ? എന്താണ് ചോട്ടെ ഭായിയുടെ പേര്? നട്ട്കട്ട്. ഛട്ട്പട്ട് और നട്ട്കട്ട് കിസ് കക്ഷാ മേ പഠത്തെ थे? രണ്ടുപേരും ഏത് ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത്? കക്ഷ എന്ന് വെച്ചാൽ ക്ലാസ്. ഛട്ട്പട്ട് 5वीं में और नटखट 3री में. ഛട്ട്പട്ട് और നട്ട്കട്ട് കൈസെ സ്കൂൾ ആത്തേ ജാത്തേ थे? അവരെങ്ങനെയാണ് സ്കൂളിൽ വരികയും പോവുകയൊക്കെ ചെയ്യുന്നത്? ഛട്ട്പട്ട് और നട്ട്കട്ട് ഹമേഷ സാത്ത് സാത്ത് സ്കൂൾ ആത്തേ ജാത്തേ. അപ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ചാണ് സ്കൂളിൽ പോകുന്നതും തിരിച്ച് വരുന്നത്. അപ്പോൾ പോകുന്ന വഴിയിൽ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടാണ് ചേട്ടനും അനിയനൊക്കെ പോകുന്നത്. അപ്പോൾ കൂടുതലും പ്രകൃതി ആസ്വദിച്ച് കാര്യങ്ങളൊക്കെ കാണുന്നത് അനിയനാണ്. അപ്പോൾ നമ്മൾ ആ പാഠത്തിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പോകുന്ന വഴിക്ക് എന്തൊക്കെ കാണും? പോക്കർ, ബർഗർ, ഖേത്ത്, ബാഗ്, നാല ഓർ നദി. ഇപ്പോൾ പോക്കർ എന്താ? കുളം. ബർഗത് ആൽമരം. ഖേത്ത് വയൽ. ബാഗ് തോട്ടങ്ങൾ. പോകുന്ന വഴിക്ക് ഒരുപാട് തോട്ടങ്ങളൊക്കെ ഉണ്ട്. മാന്തോട്ടങ്ങളും പേരയ്ക്ക, ജാമ്പയ്ക്ക, അങ്ങനെ ആ തോപ്പിലൊക്കെ കയറി അതൊക്കെ കഴിച്ചിട്ടാണ് അവർ വരുന്നത്. പിന്നെ പോകുന്ന വഴി നാല തോടുണ്ട്, പിന്നെ ഒരു നദിയുണ്ട്. അപ്പോൾ പോകുമ്പോഴും വരുമ്പോഴും ഈ കാഴ്ചകളൊക്കെ കണ്ടാണ് അവർ ചേട്ടനും അനിയനും ക്ലാസ്സിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ സ്കൂൾ കെ രാസ്തേമേ ദോനോ കോ ക്യാ ക്യാ ചീസേ ദേഖ്നേക്കോ മിൽത്തി? അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. പോക്കർ, ബർഗർ, ഖേത്ത്, ബാഗ്, നാല, നദി. അപ്പോൾ പോക്കർ കുളം, ബർഗത് ആൽമരം, ഖേത്ത് വയൽ, ബാഗ് തോട്ടം, നാല തോട്, നദി. ഛട്ട്പട്ട് കൈസേ ചലത്താ ഹെ? ഛട്ട്പട്ട് എങ്ങനെയാണ് പോകുന്നത്? തേസ് തേസ്. എന്താണ് തേസ് തേസ്? വേഗത്തിൽ. നട്ട്കട്ട് കൈസേ ചലത്താ ഹെ? നട്ട്കട്ട് എങ്ങനെയാണ് പോകുന്നത്? ധീരെ ധീരെ, പതുക്കെ പതുക്കെ. മാനെ ബഡേ ഭായ് കോ ക്യാ ക്യാ ഹിദായത്ത് ദേത്തി തി? അമ്മ ചേട്ടന് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് കൊടുത്തിരുന്നത്? മാക്കി ഹിദായത്തി കി ഛട്ട്പട്ട് കോ ചോട്ടെ ഭായ് കാ ധ്യാൻ രഖ്നാ ഹെ? അപ്പോൾ അമ്മ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, നീ മൂത്തതാണ്, അനിയൻ എപ്പോഴും ശ്രദ്ധിച്ചോണം, എല്ലാ കാര്യങ്ങളും അവൻ്റെ കൂടെ ഉണ്ടാകണം എന്നുള്ള ഒരു ശുപാർശ അമ്മ എപ്പോഴും ചേട്ടന് നൽകാറുണ്ടായിരുന്നു. അപ്പം നട്ട്കട്ട് കോ അപ്പനി സാത്ത് ഹി രഖ്ന? എപ്പോഴും നിൻ്റെ കൂടെ തന്നെ നിർത്തണമെന്നാണ് അമ്മയുടെ ഹിദായത്ത്. ഛട്ട്പട്ട് കോ കഫി പീച്ചെ മുടുക്കർ ദേഖ്ന പഠത്താ താ ക്യോं? ഇടയ്ക്കിടയ്ക്ക് ഛട്ട്പട്ടിനെ ഇങ്ങനെ തിരിഞ്ഞു നോക്കണം. എന്തുകൊണ്ടാണ്? നട്ട്കട്ട് ധീരെ ധീരെ ചലത്താ ഹെ. അപ്പോൾ ചേട്ടൻ ഏതാണ്ട് കുളത്തിൻ്റെ അടുത്ത് എത്തുമ്പോൾ അനിയൻ എവിടെ എത്തും? ആൽമരത്തിൽ. അനിയൻ ആൽമരത്തിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും ചേട്ടൻ എവിടെ എത്തും? തോട്ടത്തിലെത്തും. ഇങ്ങനെ നല്ല ഡിസ്റ്റൻസ് ഇട്ടാണ് രണ്ടുപേരും പോകുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചേട്ടൻ ഇങ്ങനെ നോക്കേണ്ടി വരും. അപ്പോൾ ഛട്ട്പട്ട് കോ കഫി പീച്ചെ മുടുക്കർ ദേഖ്ന പഠത്താ താ ക്യോं? നട്ട്കട്ട് ധീരെ ധീരെ ചലത്താ ഹെ? നട്ട്കട്ട് എങ്ങനെ പോകുന്നു? ധീരെ ധീരെ, പതുക്കെ പതുക്കെ.
इसलिए चटपट को कभी पीछे मुड़कर देखना पड़ता है. അതുകൊണ്ട് തന്നെ ചേട്ടൻ ഇടയ്ക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ വരുന്ന വൺ വേർഡ് ക്വസ്റ്റ്യൻസ്. ഇനി ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്താലാപമുണ്ട്. നട്ട്കട്ട് ഓർ മാ കെ ബീച്ച് കാ വാർത്താലാപ്. നട്ട്കട്ടും അമ്മയും തമ്മിലുള്ള സംഭാഷണം. വാർത്താലാപം എന്താണ്? സംഭാഷണം. നട്ട്കട്ട് മാ ഓ മാ. അപ്പോൾ നട്ട്കട്ട് പറയണം മാ ഓ മാ. അമ്മേ അമ്മേ. മാ അരേ ദോനോ ആകെ. രണ്ടുപേരും എത്തിയോ? നട്ട്കട്ട് മാ ഏക് ബാത് ബത്താവൂ. അപ്പോൾ പറയണേ അമ്മേ ഞാനൊരു കാര്യം പറയട്ടെ. മാ ക്യാ ബാത് ഹേ ചോട്ടു ബത്താവൂ. എന്താ മോനെ കാര്യം? നട്ട്കട്ട് സുൻകർ ആപ് നാരാസ് ഹോക്കി. അപ്പോൾ നട്ട്കട്ട് പറയണേ അമ്മേ അമ്മയ്ക്ക് കേൾക്കുമ്പോൾ ഇത് സങ്കടമൊക്കെ വരും. മാ അരേ തും ബത്താവോ. നീ പറഞ്ഞേ. നട്ട്കട്ട് പറയണേ ആജ് മേ നദി മേ ഗിർ ഗയ. അമ്മേ ഞാനിന്ന് വെള്ളത്തിൽ വീണുപോയി. മാ യഹ് ക്യാ കഹ് രഹേ ഹോ തും. യഹ് ക്യാ കഹ് രഹേ ഹോ തും. എന്താ നീ പറയുന്നത്? വഹ് കൈസാ ഹുവാ. അതെങ്ങനെയാ? നട്ട്കട്ട് മേം കാഗസ് കി കഷ്തി പഹാനെ നദി കെ കിനാരെ ഗയ താ. അമ്മേ ഞാനിങ്ങനെ പേപ്പറിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാക്കി വെള്ളത്തിലിങ്ങനെ ഒഴുക്കാൻ വേണ്ടി തുടങ്ങിയായിരുന്നു. മാ കിത്തനി ബാർ തുംസേ കഹാ ശരാരത് മത് കരോ ശരാരത് മത് കരോ. അപ്പം അമ്മ പറയണേ എത്ര തവണ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കുസൃതി കാണിക്കരുതേ, വികൃതി കാണിക്കരുതേ. നട്ട്കട്ട് മുझे കുछ ഹുവാ നഹി മാ. അമ്മേ എനിക്കൊന്നും പറ്റിയൊന്നുമില്ല. മാ തുമേ തൈർനാ ഭി നഹി ആത്ത. നിനക്കാണെങ്കിലാ നീന്താൻ പോലും അറിയില്ല. ഫിർ കൈസേ ബച്ച് ഗയാ. പിന്നെ നീ എങ്ങനെ രക്ഷപ്പെട്ടത്? നട്ട്കട്ട് ഫയ്യ തുരന്ത് നദി മേ കൂത് പടാ ഓർ മേരി ജാൻ ബച്ചായി. അമ്മേ ചേട്ടൻ തക്ക സമയത്ത് ഓടി വന്ന് എന്നെ രക്ഷപ്പെടുത്തി. നട്ട്കട്ട് ഭയ്യ തുരന്ത് നദി മേ കൂത് പടാ ഓർ മേരി ജാൻ ബച്ചായി. മാ തും ഭി തൈർനാ സീഖ് ലോ. നീയും നീന്താൻ വേണ്ടി പഠിക്കൂ. നട്ട്കട്ട് ഹാ മാ ഭയ്യാനെ മുझे തൈർനാ സിഖാനെ കാ വാദാ കിയാ ഹെ. ശരി അമ്മേ ചേട്ടൻ എനിക്ക് നീന്താൻ പഠിപ്പിക്കാമെന്ന് പ്രോമിസ് ചെയ്തു. അപ്പോൾ ഇവിടെ ശരിക്കും എന്ത് ചെയ്തു? നട്ട്കട്ട് വളരെ മയത്തിൽ അമ്മയോട് കാര്യം അവതരിപ്പിക്കുകയാണ് അല്ലേ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ചേട്ടൻ വന്ന് പറയുകയാണെങ്കിൽ അനിയൻ എന്തായാലും അടിയിട്ട്. അപ്പോൾ ചേട്ടൻ പറയുന്നുണ്ട്, അനിയൻ വന്ന് നൈസായിട്ട് എന്ത് ചെയ്തു? അമ്മയുടെ അടുത്ത് കാര്യം അവതരിപ്പിച്ചു. അപ്പോൾ ഈ ഒരു സംഭാഷണം പഠിക്കുമ്പോൾ നമുക്ക് ഹിന്ദിയിൽ സംസാരിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ആ രീതിയിൽ പഠിച്ചെടുക്കുക. അപ്പോൾ ഒരിക്കലും വായിക്കാം. നട്ട്കട്ട് മാ ഓ മാ. മാ അരേ ദോനോ ആകെ. നട്ട്കട്ട് മാ ഏക് ബാത് ബത്താओ. മാ ക്യാ ബാത് ഹേ ചോട്ടു ബത്താओ. नटखट सुनकर आप नाराज होगी. माँ अरे तुम बताओ. नटखट आज मैं नदी में गिर गया. माँ यह क्या कह रहे हो तुम? वह कैसे हुआ? नटखट मैं कागज़ की कश्ती बहाने नदी किनारे गया था. माँ कितनी बार तुमसे कहा शरारत मत करो, शरारत मत करो. नटखट मुझे कुछ हुआ नहीं माँ. माँ तुमने तैरना भी नहीं आता है, फिर कैसे बच गया? नटखट भैया तुरंत नदी में कूद पड़ा और मेरी जान बचाई. माँ तुम भी तैरना सीख लो. नटखट हाँ माँ भैया ने मुझे तैरना सिखाने का वादा किया. അപ്പോൾ ഇത് 4 മാർക്കും ചോദിക്കും. അപ്പോൾ ഈ ചാപ്റ്റർ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ചാപ്റ്ററാണ്. ഓൺ എക്സാമിനും ക്രിസ്മസിനും ആനുവൽ എക്സാമിനും കേരള ഹിന്ദി പ്രചാര സഭയുടെ സുഗമ എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ വീഡിയോസ് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കേട്ട് പഠിക്കുക. അപ്പോൾ ഏറ്റവും മനോഹരമായൊരു ചാപ്റ്ററാണ്. ചേട്ടനും അനിയനും തമ്മിലുള്ള നല്ല സന്തോഷകരമായ നിമിഷമാണ് ഈ കഥയിൽ പറയുന്നത്. ഇപ്പം സാധാരണ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇങ്ങനൊരു അനുഭവമൊന്നും ഉണ്ടാകാറില്ല അല്ലേ. കാരണം ബസ്സിൽ കൊണ്ടാക്കുന്നു, ബസ്സിൽ വരുന്നു, പിന്നെ അല്ലെങ്കിൽ പേരൻസ് കൊണ്ടാക്കുന്നു, അങ്ങനെ. അപ്പോൾ പണ്ട് കാലങ്ങളിൽ കുട്ടികൾ ഒരുപാട് ദൂരെ യാത്രയൊക്കെ ചെയ്താണ് അവർ സ്കൂളുകളിൽ പോരുന്നത്. അപ്പോൾ അവരുടെ സ്കൂളിലുണ്ടായ ഒരു അനുഭവവും യാത്രാനുഭവമൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതുപോലെയൊക്കെ കേൾക്കുമ്പോൾ നമുക്കും യാത്രയൊക്കെ ചെയ്യാനൊക്കെ തോന്നും അല്ലേ. പക്ഷേ ചേട്ടനും അനിയനും തമ്മിലുള്ള സ്നേഹം അപ്പോൾ എപ്പോഴും അവരെന്ത് ചെയ്യുന്നു? പരസ്പരം സ്നേഹിക്കുന്നു, സഹകരിക്കുന്നു. അപ്പോൾ ആ രീതിയിലായിരിക്കും കുട്ടികൾ എന്ത് ചെയ്യേണ്ടത്? പഠിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും സ്റ്റോറി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വരുന്നവർ എല്ലാവർക്കും